ഹലോ ഗായ്സ്, അങ്ങനെ ന്യൂ ഇയർ രാവിലെ തന്നെ നമ്മൾ തുടക്കമിട്ടതൊരു സിനിമ കാണലാണ്. കഴിഞ്ഞ വ്ളോഗ് കാണാത്തവരൊന്ന് പോയി കണ്ടോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഉണ്ണിനോടും മുന്നിനോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ബസ് കയറി നേരെ ചെന്നത് ശോഭിക വെഡിങ് മോളിലാണ്. ആക്ച്വലി ഞാൻ പണ്ടൊക്കെ ശോഭികയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വരാൻ പറ്റാറില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഡ്രസ്സ് എടുക്കണം എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അല്ലോട്ട് ഞാൻ ട്രയൽ റൂമിൻ്റെ പുറത്താക്കിയപ്പം എനിക്ക് മനസ്സിലായി പണി പാളും. നമ്മൾ മൂപ്പരെയും കൂടെ ഉള്ളിൽ കയറ്റേണ്ടി വന്നിട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു 3 ലാസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിലേതാണ് ഞാൻ എടുത്തതെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നോക്കട്ടെ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായോ ഇല്ലയോ എന്ന്. പിന്നെ ഇതാ അമ്മയ്ക്കൊരെണ്ണം നോക്കാൻ കേട്ടോ. അമ്മയ്ക്ക് ചില പ്രത്യേക കളറുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അതന്നെ എടുക്കുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ് തിരിഞ്ഞു കൊണ്ടുവന്നാലും അമ്മ കറങ്ങി തിരിഞ്ഞ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറിൽ തന്നെ ചെന്നെത്തും. തുമ്പമ്മ ഉറങ്ങി എണീറ്റൻ്റെ എല്ലാ വാശിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അല്ലൂട്ടൻ ഇവിടെ നല്ല ഉഷാറാക്കുന്നുണ്ട്. ഇവരെ രണ്ടാളെ മാനേജ് ചെയ്യാനാണ് ഏറ്റവും വലിയ പരിപാടി. അപ്പോൾ അമ്മ ട്രയൽ ചെയ്ത് നോക്കാൻ പോയ സമയത്ത് ഇവർ രണ്ടാളും എൻ്റെ കയ്യിൽ കിട്ടി. ഏട്ടനും അനിയത്തിയും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുന്ന കേട്ടോ. ചില സമയം ഓരെന്നെ വന്ന് പറയാം ഏതാ വീഡിയോ എടുക്കുന്നുണ്ടൊരു പോസൊക്കെ ഇട്ടും. അങ്ങനെ നിൽക്കുകയാണ്. അമ്മ വരുന്ന വരെ ഇതൊക്കെ കാണിച്ചല്ലാതെ അവരെ ഇവിടെ പിടിച്ച് നിർത്താൻ പറ്റൂല ഗൈസ്. ചങ്ങായിക്ക് വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള ഫാമിലിനെ പോലെ ഓരോ കൂടെ പോയിരുന്ന് വീഡിയോ കാണുന്നത് നോക്കിയിട്ട് ഞാനും നോക്കാം അവൻ ആരെടുത്താ ദൈവമേ പോയിരിക്കുന്നതെന്ന്. ചേച്ചിക്ക് വയ്യട്ടോ, സൈഡാവും ഓരോ സ്ഥലത്തും പാടി ഇവിടെയൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് പോയത് ഈ ഒരു ഐറ്റം വാങ്ങിക്കാനാണ്. 99 റുപ്പീസേ ഉള്ളൂ ഈ ജഗ്ഗിൻസിന് കേട്ടോ. ഞാൻ അധികം തന്നെ കേട്ടോ യൂസ് ചെയ്യാറ്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇതാ പോകണമെന്ന് എന്താ പറയുക, കുറേ നേരെ അല്ലും തുമ്മികൾ ഞങ്ങളെ വലയ്ക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറിയപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു, ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ചു. പിന്നെ ഇതാ ഇവിടേക്കാണ് പോണത്. ഇവിടെ എത്താനാണ് ഇവർ രണ്ടാളും കൂടെ ഇങ്ങനെ മുക്കറട്ട് കളിച്ചത് കുറേ നേരം. അങ്ങനെ ഗെയിമിൻ്റെ സെക്ഷനിലേക്ക് കയറിയിരിക്കുകയാണ് ഗായ്സ്. ഇനി ഇവിടെ നിന്ന് എങ്ങനെ ഞാൻ ഈറ്റങ്ങളെ പിടിച്ച് ഇറക്കുന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലൂട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ കേട്ടോ. ചേച്ചി ബാക്കിൽ കാഴ്ചക്കാരിയായിട്ട് ഇരിക്കുന്നുണ്ടോ, ഇതൊന്നും അങ്ങോട്ട് സെറ്റ് ആവില്ലല്ലോ. ഓളനി വേറെ എന്തെങ്കിലും കയറ്റണം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല ക്ഷീണമാണ്. എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ ഫുഡ് പോയി കഴിക്കണം. അപ്പോൾ ഇവരിതൊന്ന് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹരം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലിങ്ങനെ ഗെയിം കളിച്ചു പോകുമല്ലോ. ഈ ഗെയിം കളിച്ച് ഞാൻ എത്ര കോയിൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയോ. ഒരൊറ്റ പ്രാവശ്യമാണ് ആകെ ഞാനൊരു പാവ എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് തുമ്പമ്മ പോണ വഴിക്ക് എന്നെ കൊണ്ട് കളയുകയും ചെയ്തു. ഇത്തവണ എനിക്ക് ഒന്നും കിട്ടിയതുമില്ല കേട്ടോ. അതിൻ്റെ ഒരു ക്ഷീണമാണ് എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ആ ഗെയിം കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അല്ലൂട്ടൻ പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ കയറി തുമ്പമ്മേനെ പിന്നെയും വെച്ച് കൊടുത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഇവിടുന്ന് അങ്ങനെ ഒന്നും രക്ഷപ്പെടാൻ പറ്റൂലെന്ന്. അടുത്ത കോയിനും കൊണ്ട് പോയി ഒന്നുകൂടെ ട്രൈ ചെയ്തു. അതും പാളിപ്പോയതോടുകൂടി ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ചു ഗൈസ്. ലാസ്റ്റത്തെ കോയിൻ എന്താ തുമ്പിക്കും കൊടുത്ത് ഓളതിലും കൂടെ കയറ്റുമ്പോൾ പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഞാൻ കരഞ്ഞു പോകാൻ എനിക്ക് വിശന്നിട്ട് വയ്യ ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് ഒരു കടയിൽ പോയി നന്നായി ഫുഡ് കഴിച്ചു. ഓ മൈ ഗോഡ്, അതിന് ശേഷമാണ് ഞാനൊന്ന് നോർമലായത്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അമ്മ കടയിൽ കയറി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഓട്ടം വിളിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. നട്ടുച്ച വെയിൽ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പിള്ളേർ സെറ്റ് വന്നിട്ട് ഇതാ സിപ്പപ്പ് വേണോ ചേച്ചി എന്നാണ് അവരെന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിച്ചു. ഇവരെയൊക്കെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പിള്ളേർ. അപ്പോൾ ഇവനാണ് ഇതിൻ്റെ മെയിൻ ആളെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ കയ്യിൽ ഞങ്ങൾ ഇളനീരിൻ്റെ എന്താ പറയുക സിപ്പപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് അല്ലൂട്ടൻ അമ്മമ്മ വേഗം ചോറൊക്കെ കൊടുക്കുകയാണ് ഗൈസ്.